യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അഭിയുടെയും ഭാമയുടെയും കാര്യം ഇനി വിജയപത്മനും ജാനകി നോക്കിക്കോളും. ദേ, ഇവിടെ നമ്മൾ അരുന്ധതിയെ വേണം ഇനി സൂക്ഷിക്കാൻ. അതിനിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. അരുന്ധതിയുടെ കല്യാണം ഉടൻ നടത്തണം. അവൾക്ക് പറ്റൊരു ആളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, ആ പയ്യൻ ഭരത്തുമായിട്ടുള്ള അരുന്ധതിയുടെ ബന്ധം അറിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നീ എനിക്ക് വിട്ടേക്ക്. പണത്തിന്റെ മേലെ ഒരു പരുന്നും പറക്കില്ലാമ്പേ. കൊടുക്കുന്ന സ്ത്രീധനത്തോടൊപ്പം ഒരു കാറും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവൻ മിണ്ടില്ല. ഇവിടെ നടക്കുന്ന സംസാരമെല്ലാം ഭാമയെ അഭിയെയും അരുന്ധതിയാണ് അറിയിക്കുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഏട്ടൻ പറഞ്ഞതുപോലെ അരുന്ധതിയുടെ കല്യാണം തന്നെ നടക്കണം. അളിയൻ സമ്മതിക്കുവോ? ഇപ്പൊ തന്നെ ആകെ ചൂടില നടക്കുന്നേ. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇക്കാര്യത്തില് ഞാൻ ആരുടെ അഭിപ്രായം ചോദിക്കാനും പോകുന്നില്ല. അത് പാടില്ലമ്പേ. കുടുംബക്കാരറിഞ്ഞാൽ പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തു. അതുകൊണ്ട് എല്ലാം പറഞ്ഞു ഉറപ്പിച്ച ശേഷം അളിയനോട് പറയണം. അളിയനെ എതിർക്കുന്നെങ്കിൽ അപ്പോഴാലോചിച്ച പോരെ. എതിർക്കാൻ വന്നാ ഞാൻ മറുപടി പറഞ്ഞോളാം. മക്കളുടെ കാര്യത്തിൽ താളം തുള്ളാൻ പ്രതാപേട്ടന് യാതൊരു മടിയുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്നോട് നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ഭരത് അരുന്ധതിയെ കല്യാണം കഴിച്ചാൽ പിന്നല്ല അവിടെ തീരില്ലേ? അരുന്ധതിയെ വെച്ചിട്ടാവും പിന്നെ അവൻ സംസാരിക്കുന്നതും പെരുമാറുന്നതും. അതിനെ ഈ അമ്പാലിക സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാനിത് നേരത്തെ മനസ്സിൽ കണ്ടതായിട്ടാ. ഭാവനോട് ഞാനിത് പറഞ്ഞിട്ടുമുണ്ട്. പയ്യന്റെ വീട്ടുകാരോട് സംസാരിക്കേ. അരുന്ധതിക്ക് ഭരത്തുമായിട്ടുള്ള അടുപ്പം ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാ. നമ്മളിനി ഒളിച്ചു വച്ചെന്ന് വേണ്ടല്ലോ. അത് വേണോ അമ്പേ? ആദ്യമേ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർ പിന്നെ പലതും ഡിമാൻഡ് ചെയ്യുന്നു വരും. എന്നാലും വേണ്ടില്ലേട്ടാ. നമ്മൾ നാളെ പറഞ്ഞു പറ്റിച്ചെന്ന് വേണ്ടല്ലോ. അപ്പോ എന്നെ എങ്ങനെയും ഒഴിവാക്കാനാണല്ലോ തീരുമാനം. ഞാൻ അത്രയ്ക്ക് ഭാരമാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഏട്ടൻ എന്തായാലും ആ പയ്യനോടും വീട്ടുകാരോടും ഒന്ന് സംസാരിക്കും. ഒത്തു വന്നാൽ നമുക്കിത് നടത്താം. ശരിയമ്പേ. ഭാവന ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആണോ? സൂര്യ ഡോക്ടറെ കണ്ടോ? കണ്ടു മായച്ചി. സൂര്യ, എങ്ങനെ ഇപ്പൊ കാര്യങ്ങള്? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? വീട്ടിൽ പോയാലും നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം. ഭാവനയെ കൂടുതൽ വിഷമിപ്പിക്കരുതെന്നും പറഞ്ഞു. പെങ്ങള് ധൈര്യമായിട്ടിരിക്കും. ഇതൊക്കെ സമയദോഷത്തിന്റെയാ. പിന്നെ കണ്ണേറും എല്ലാം മാറും. സേതു, നീ ഭാനുവിനെ വിളിച്ച് മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാൻ പറ. ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. സൂര്യയും സേതുട്ടനോടും MD അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സൂര്യ പോയിട്ടോ. ഞാൻ വന്നാൽ ശരിയാകത്തില്ല. വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞു. ഭാവന കൊണ്ട് ഈ കിടപ്പുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സേതുട്ട് സമാധാനപ്പെട്. ഭാവനയെ നമുക്ക് തിരിച്ചു കിട്ടിയില്ല. ഇനി നമ്മൾ ഒത്തൊരുമയോടെ നിന്ന് ഭാവനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്നാ സൂര്യ വാ, പോവാം. ചെല്ലുന്നു. മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. നിനക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അരുന്ധതി, ഭരതേട്ടൻ എവിടെയുണ്ട്? ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഭാവനേച്ചിന്ന് ഡിസ്ചാർജ് ചെയ്യല്ലേ. ഭാവനേച്ചിക്ക് എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല. ഇനിയും സമയമെടുക്കും. എനിക്ക് ഭരതേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വളരെ സീരിയസാ. എന്തുപറ്റി? എന്താണെങ്കിലും പറഞ്ഞോ.
നമുക്കൊന്ന് കാണാൻ പറ്റുമോ? തൽക്കാലം താൻ ഫോണിലൂടെ പറയാൻ പറ്റുത്താണെങ്കിൽ പറയേ. നേരിട്ട് പിന്നെ കാണാലോ. എന്നാ ഞാൻ പറയാം. വീട്ടിലെ അമ്മയും അനുമാമനും കൂടി രഹസ്യമായിട്ട് എൻ്റെ കല്യാണം പ്ലാൻ ചെയ്തിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാര്യോട് തന്നെ പറഞ്ഞതാ. തന്നോട് പറയാതെ തൻ്റെ കല്യാണം നടത്തുന്നോ? നല്ല കാര്യമാണല്ലോ. എൻ്റെ അമ്മയെ ഭരത്തേട്ടനെ അറിയാത്തത് കൊണ്ടാ. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. എന്തായാലും ഇന്നും നാളെയൊന്നും തന്നെ പിടിച്ച് കെട്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. താൻ സമാധാനപ്പെടും. അമ്മ നമ്മളോട് പറഞ്ഞൊന്നും താൻ മറന്നിട്ടില്ലല്ലോ. ആന്റി പറഞ്ഞതും ഭാവനേച്ചി പറഞ്ഞതും എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ. താൻ ധൈര്യമായിട്ടിരിക്കുക. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഭരത്തേട്ടനല്ലാതെ മറ്റൊരാളും എൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല. അതിന് ഞാനും സമ്മതിക്കില്ല. പോരെ? അത് മതി. എന്നാ ഞാൻ വയ്ക്കട്ടെ. ശരി. എത്രയോ പേരെ പരിചരിച്ച ഭാവനേച്ചിക്കാ ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥ വന്നത്, അല്ലേ ചേച്ചി? അതേ ഭാനു, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തതാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന. ഭാവനേച്ചിയുടെ മുന്നിലൊന്നും പോയി കരയാൻ നിൽക്കണ്ട. ഭാവനേച്ചിയെ കൂടുതൽ വിഷമിപ്പിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. നമ്മളൊക്കെ എങ്ങനെ സന്തോഷത്തോടെ അഭിനയിച്ചാലും ഭാവനേച്ചിക്ക് അത് മനസ്സിലാവും ഭാനു. ചേച്ചിയെ പറ്റിക്കാൻ നമുക്കൊന്നും ആവില്ല. അല്ല, അഭി വിളിച്ചു പറഞ്ഞ കാര്യം ചേച്ചിയോട് പറയണ്ടേ ഭാനു? ആദ്യം അമ്മയോടും സേതുവേട്ടനോടും പറയാം, എന്നിട്ട് ആലോചിക്കാം ഭാവനേച്ചിയോട് പറയണോന്ന്. പറയണം ഭാനു. ഈ വിവരം അറിഞ്ഞ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചേച്ചിയായിരിക്കും. കാരണം ചേച്ചിയുടെ ആഗ്രഹവും സ്വപ്നവും അതുതന്നെ ആയിരുന്നല്ലോ.